റഷ്യൻ വ്യോമാക്രമണമുണ്ടാകുന്ന രഹസ്യ മുന്നറിയിപ്പിനെ തുടർന്ന് ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ US എംബസി അടച്ചുപൂട്ടി. എംബസി ജീവനക്കാരുടെ സുരക്ഷിതമായ സ്ഥലത്ത് അഭയം പ്രാപിക്കാൻ നിർദ്ദേശിക്കുന്നുവെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺസുലർ അഫയേഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. ഉക്രൈനിലെ US പൗരന്മാരോട് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും എംബസി അഭ്യർത്ഥിച്ചു. റഷ്യൻ വ്യോമാക്രമണങ്ങൾ ഉക്രൈനിൽ സാധാരണ സംഭവമായി മാറിയിട്ടുണ്ടെങ്കിലും മുന്നറിയിപ്പ് അസാധാരണമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു 6 അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ഉക്രൈൻ അമേരിക്കൻ മിസൈലുകൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയതിന് ഒരു ദിവസത്തിനു ശേഷമായിരുന്നു ഉക്രൈന്റെ ആക്രമണം. ഇതിനു പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ദീർഘദൂര മിസൈലുകൾ ഉക്രൈന് നൽകുന്നതിനെതിരെ റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ റഷ്യയെ ആക്രമിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നാറ്റോ രാജ്യങ്ങളും US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി യുദ്ധത്തിലാണെന്നാണെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. തങ്ങൾക്ക് നേരെ ഉയരുന്ന ഭീഷണികളെ അടിസ്ഥാനമാക്കി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യ ഉക്രൈനു നേരെ വ്യോമാക്രമണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതിനിടെ ആണവായുധം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നയത്തിൽ മാറ്റം വരുത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചതിനു പിന്നാലെ യൂറോപ്പിൽ ആശങ്ക. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പുതിയ യുദ്ധമുഖം തുറക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയതോടെയാണ് യൂറോപ്പ് കനത്ത ജാഗ്രത പുലർത്തുന്നത്. ഹൈബ്രിഡ് യുദ്ധമുഖം റഷ്യ തുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. US നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകിയതോടെയാണ് പുതിയ യുദ്ധമുഖം തുറന്നത്. ഇതിന് പിന്നാലെ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു. ആണവായുധ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന ആണവായുധ ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്കെതിരെയും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. യൂറോപ്പിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും ഇൻഡോ പസഫിക് മേഖലയിൽ റഷ്യൻ ആക്രമണത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, UK തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. റഷ്യ തുറക്കാൻ സാധ്യതയുള്ള ഹൈബ്രിഡ് യുദ്ധമുഖത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നുമുണ്ട്. നേരത്തെ റഷ്യ ഫൈബർ ഒപ്റ്റിക് ശൃംഖലയിൽ ആക്രമണം നടത്തിയതുപോലുള്ള സംഭവങ്ങൾ തുടർന്നുമുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ നടുക്കിയ ദിനമായിരുന്നു 2022 ഫെബ്രുവരി 24. ഉക്രൈനെതിരെ റഷ്യ സൈനിക നടപടി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത്. പെട്ടെന്നൊരു ദിവസം ഉരുത്തിരിഞ്ഞ സംഭവ വികാസങ്ങളായിരുന്നില്ല അന്നവിടെ സംഭവിച്ചത്. വർഷങ്ങളായി ഉക്രൈൻ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ റഷ്യയെ ചൊടിപ്പിച്ചത്. ഇത് പിന്നീട് ഉക്രൈനെതിരെയുള്ള സൈനിക നടപടിയിലേക്ക് റഷ്യയെ നിർബന്ധിതമാക്കുകയാണ് ഉണ്ടായത്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് നാറ്റോയിൽ അംഗമാക്കുന്ന അമേരിക്ക റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാൻ നീക്കം നടത്തിയതും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഉറച്ചു നിൽക്കുകയും ചെയ്തു. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്ക ഉക്രൈന് $152.99 ബില്യൺ അനുവദിച്ചതായി പെന്റഗണിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മൊത്തം തുകയിൽ ഏകദേശം $131.36 ബില്യൺ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇതിൽ $46.51 ബില്യൺ യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കിവച്ചിട്ടുള്ളതാണ്. ഉക്രൈന് നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് $45.78 ബില്യൺ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഉക്രൈനിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണപരിപാടികൾക്കായി $43.84 ബില്യൺ വകയിരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.